നാഷണൽ അവാർഡ് കിട്ടിയ ആ ഒരു സിനിമയിൽ തന്നെ തുടങ്ങാം. അത് ഒരു വടക്കൻ വീരഗാഥ. ഇപ്പൊ ഈ ഒരു സിനിമയെ കുറിച്ച് ഒന്നും പറയേണ്ട കാര്യമില്ല. അത് നമുക്ക് മമ്മൂക്കി അല്ലാതെ വേറെ ആരെയും സങ്കല്പിക്കാൻ കഴിയില്ല. 89 ഇറങ്ങി ബ്ലോക്ക് ബസ്റ്റർ ആയ സിനിമയാണ്. ബ്ലോക്ക് ബസ്റ്റർ ആയത് മാത്രമല്ല, ഞാൻ പറഞ്ഞ അവാർഡ് കൂടി ഒരുപാട് പുരസ്കാരങ്ങൾ കൂടി ലഭിക്കുക എന്ന് പറഞ്ഞു. ചില സിനിമകൾ അവാർഡ് സിനിമ എന്ന് പറഞ്ഞ് ആ ഒരു രീതിയിലോട്ട് പോകും. അവാർഡ് മാത്രം കിട്ടും, ആള് കാണില്ല. പക്ഷെ ഈ സിനിമ തിയേറ്ററിൽ ആള് കയറി, ആള് കണ്ടു, ഇഷ്ടപ്പെട്ടു, അവാർഡ്സും കിട്ടി. അതിൽ സ്റ്റേറ്റ് അവാർഡ് തന്നെ ബെസ്റ്റ് പോപ്പുലർ സിനിമയ്ക്കുള്ള അവാർഡ് കിട്ടി. MTക്ക് സ്ക്രീൻ പ്ലേ. പിന്നെ നമുക്കറിയാം മമ്മൂക്കിക്ക് കിട്ടിയിട്ടുണ്ട്. അതില് ഗീത ഗീതയ്ക്ക് മികച്ച രണ്ടാമത്തെ നടിക്കുള്ള അവാർഡ് കിട്ടി. ക്യാമറാമാൻ രാമചന്ദ്ര ബാബുവിന് കിട്ടി. KS ചിത്രയ്ക്ക് പാട്ടുകാരിക്കുള്ള അവാർഡ് കിട്ടി. വിനീത് കുമാറിന് ചൈൽഡ് ആർട്ടിസ്റ്റിനുള്ള അവാർഡ് കിട്ടി. ഈ അടുത്ത് ഒരു പോസ്റ്റ് ഞാൻ കണ്ടിരുന്നു. അന്ന് 89 അവാർഡ് കിട്ടിയ എല്ലാവരും ഒരുമിച്ച് നിൽക്കുന്നത്. അതിൽ ശ്രീനിവാസനുണ്ട്, വടക്ക് നോക്കിയന്ത്രത്തിന് MT ഉണ്ട്, മമ്മൂട്ടി ഉണ്ട്, ഈ വിനീത് കുമാർ, ഉർവശി, ഇവരെല്ലാവരും ഒരുമിച്ച് നിൽക്കുന്ന ഒരു ഫോട്ടോ. അത് വിനീത് കുമാർ ഒരു ചെറിയ കുട്ടിയാണ് അതിൽ. പിന്നെ ആർട്ട് ഡയറക്ടർക്ക് P കൃഷ്ണമൂർത്തി, ഇത്രയും പേർക്കാണ് കിട്ടിയത് സ്റ്റേറ്റ് അവാർഡ് കിട്ടിയത്. നാഷണൽ അവാർഡും അന്ന് MTക്ക് കിട്ടിയിട്ടുണ്ട്, മമ്മൂട്ടിക്ക് കിട്ടിയിട്ടുണ്ട്, ആർട്ടിനും കിട്ടിയിട്ടുണ്ട്, കോസ്റ്റ്യൂമിനും കിട്ടിയിട്ടുണ്ട്. എന്തായാലും വടക്കൻ വീരഗാഥ തന്നെയാണ് ആ ഒരു വർഷത്തെ മമ്മൂട്ടിയുടെ ഏറ്റവും ഗംഭീരം ഒരു സിനിമ, ഗംഭീര പെർഫോമൻസ്, ഏറ്റവും വലിയ ഒരു ഹിറ്റുകളും. പിന്നെ അടുത്തൊരു സിനിമ എന്ന് പറയുന്നത് വീണ്ടും മമ്മൂട്ടിക്ക് സ്റ്റേറ്റ് അവാർഡിന് കാരണമായ മറ്റൊരു സിനിമയാണ് മൃഗയ. അത് ലോഹിതാസ് എഴുതിയ സിനിമ, ഐ വി ശശിയുടെ ഡയറക്ഷനാണ്. ആ ഒരു സിനിമയും അതിഗംഭീര ഒരു സിനിമയാണ്. അതും നമുക്ക് മമ്മൂക്കി അല്ലാതെ വേറൊരാളെ നമുക്ക് അതിൽ സങ്കല്പിക്കാൻ കഴിയില്ല എന്നുള്ളതാണ്. കാരണം അത്ര കഷ്ടപ്പെട്ടിട്ടും മമ്മൂട്ടി അതിൽ അഭിനയിച്ചിട്ടുണ്ട്. കാരണം നമ്പർ 20 മദ്രാസ് മെയിൽ എന്ന് പറഞ്ഞ ഒരു സിനിമയെ കുറിച്ചുള്ള അതിന്റെ ഷൂട്ടിംഗ് എക്സ്പീരിയൻസ് മണിയമ്പുള രാജു പറഞ്ഞിരുന്നപ്പോൾ ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്. ആ നമ്പർ 20 മദ്രാസ് മെയിലിന്റെ ഷൂട്ടും ഈ മൃഗയുടെ ഷൂട്ടും ഒരേ സമയത്ത് നടക്കുന്നു. അപ്പൊ നമ്പർ 20 മദ്രാസ് മെയിൽ ഒരു ട്രെയിൻ അവരൊരു ബോഗി വാടകയ്ക്ക് എടുത്തിട്ട് അവര് ഷൊർണൂർ നിലമ്പൂർ റൂട്ടിലാണ് രാത്രി മുഴുവൻ ഷൂട്ട് ചെയ്യുന്നത്. ഒരു 20 ദിവസത്തോളം ഷൂട്ടാണ്. അപ്പൊ മമ്മൂട്ടി രാവിലെ പാലക്കാട് ഒറ്റപ്പാലത്ത് ഈ പറയുന്ന മൃഗയുടെ ഷൂട്ട് നടക്കുന്നു. അപ്പൊ വൈകുന്നേരം ആകുമ്പോൾ മൃഗയുടെ മേക്കപ്പ് ഒക്കെ മാറ്റി മമ്മൂട്ടി ഒരു കാർ എടുത്ത് വരും. എന്നിട്ട് വഴിയിൽ ഏതെങ്കിലും സ്റ്റേഷനിൽ ട്രെയിൻ കയറും. പുലർച്ചെ മുഴുവൻ ഇവരുടെ കൂടെ അഭിനയിക്കും. ചെറിയ ഗ്യാപ്പ് ഒക്കെ കിട്ടുമ്പോൾ റെസ്റ്റ് ചെയ്യുള്ളൂ. എന്നിട്ട് വീണ്ടും രാവിലെ മൃഗയിൽ അഭിനയിക്കും. അങ്ങനെ കഷ്ടപ്പെട്ടിട്ടാണ് മമ്മൂട്ടി മൃഗയും നമ്പർ 20 മദ്രാസ് മെയിലും ചെയ്തിട്ടുള്ളത്. ശരിക്കും ആ ഒരു എഫേർട്ട് കൂടുതൽ മൃഗയ്ക്കാണ് എടുത്തിരിക്കുന്നത്. കാരണം രാത്രി ഉറങ്ങാതെ വീണ്ടും വന്ന് മൃഗയിൽ അഭിനയിക്കുകയാണ്. അതിന് ശരിക്കും ഒരു അവാർഡ് തന്നെ കൊടുക്കണം. ഗംഭീരമായിട്ട് മമ്മൂട്ടി ആ സിനിമ ചെയ്തിട്ടുണ്ട് മൃഗയെ. അടുത്ത സിനിമ ഇതേപോലെ മമ്മൂട്ടിക്ക് സ്റ്റേറ്റ് അവാർഡ് കിട്ടിയ കാരണമായ മൂന്നാമത്തെ സിനിമ, അതാണ് മഹായാനം. ജോഷി ലോഹിദാസിന്റെ സിനിമ. അതും നല്ല ഒരു സിനിമ തന്നെയാണ്. ഈ 3 സിനിമയ്ക്കും കൂടിയാണ്, വടക്കൻ വീരഗാഥയും മൃഗയും മഹായാനം, മൂന്നിനും കൂടിയാണ് മമ്മൂട്ടിക്ക് സ്റ്റേറ്റ് അവാർഡ് കിട്ടിയത്. അതിൽ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു സിനിമ തന്നെയാണ് മഹായാനം. അതും നമുക്ക് മമ്മൂട്ടി അല്ലാതെ നമുക്ക് ആ ഒരു വേഷം ഒന്നും സങ്കല്പിക്കാൻ പറ്റില്ല. പിന്നെയും എനിക്ക് തോന്നുന്നു അത്തരത്തിലുള്ള വേഷങ്ങൾ പിന്നെ മുരളിയൊക്കെയാണ് അതുപോലത്തെ ചില പരുക്കൻ റോൾസ് ഒക്കെ ചെയ്യാൻ ആപ്റ്റ് ആയിട്ടുള്ളതെന്നൊക്കെ എനിക്ക് തോന്നിയിട്ടുണ്ട്. മമ്മൂട്ടി ചെയ്യേണ്ട പല സിനിമകളും പിന്നീട് മുരളിയൊക്കെ ചെയ്തിട്ടുണ്ട്, നമ്മുടെ ആധാരം പോലത്തെ ചില സിനിമകളൊക്കെ. എന്തായാലും മഹായാനം നല്ലൊരു സിനിമ തന്നെയായിരുന്നു. ആ സിനിമ പിന്നീട് കുറെ വർഷങ്ങൾക്ക് ശേഷം റീമേക്ക് ചെയ്തിട്ടുണ്ട് തമിഴിലോട്ട്. ശരത് കുമാർ ആയിരുന്നു ഒരു വേഷം ചെയ്തത്. പിന്നെ അതിൽ ജയറാമും ഉണ്ട്. ആ മുകേഷ് ചെയ്ത ഒരു വേഷമാണെന്ന് തോന്നുന്നു അതില് ജയറാം ചെയ്ത മഹായാനത്തില്. ഞാൻ ആ തമിഴ് സിനിമ ഞാൻ കണ്ടിട്ടില്ല, എനിക്ക് തോന്നുന്നു അതിൽ മുകേഷിന്റെ വേഷമാണ് ജയറാം ചെയ്തിട്ടുള്ളത്. പിന്നെ മറ്റൊരു സിനിമ എൻ്റെ ഒരു ഭയങ്കര ഫേവറേറ്റ് സിനിമയാണ്. അന്ന് വിചാരിച്ച പോലെ അത്ര ബ്ലോക്ക് ബസ്റ്റർ ആയില്ല, ചരിത്രം. GS വിജയൻ എന്ന ഡയറക്ടറുടെ ആദ്യത്തെ സിനിമ. SN സ്വാമിയുടെ ഒരു ഗംഭീരമായിട്ടുള്ള സ്ക്രിപ്റ്റാണ്. ഇത് റഹ്മാൻ ഉണ്ട്. അത് ഒരു ഇംഗ്ലീഷ് സിനിമയുടെ ഒരു ഇൻസ്പിറേഷൻ തന്നെയാണ്. അത് GS വിജയൻ തന്നെ ഈ അടുത്തൊരു ഇന്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ മമ്മൂട്ടിയുടെ ഡേറ്റ് കിട്ടിയിട്ട് പല കഥകൾ ആലോചിച്ചിട്ട് റെഡിയാവുന്നില്ല. അങ്ങനെ മമ്മൂട്ടി തന്നെയാണ് ഇങ്ങനെ ഒരു ഐഡിയ പറയുന്നത്, ഇങ്ങനെ ഒരു ഇംഗ്ലീഷ് സിനിമയുണ്ട്. അങ്ങനെ അതിന്നാണ് SN സ്വാമി ആ ഒരു സ്ക്രിപ്റ്റ് എഴുതുന്നത്. അത് ഒരു നല്ല ഒരു സിനിമയാണ്. നിങ്ങൾ പലരും കണ്ടിട്ടില്ലെങ്കിൽ ഞാൻ അതിന്റെ കഥ പറയുന്നില്ല, എങ്കിലും ഒരുവിധം എല്ലാവരും കണ്ടിട്ടുണ്ടാവും. ഭയങ്കര സസ്പെൻസും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു സിനിമ തന്നെയായിരുന്നു ചരിത്രം. അതും എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുള്ള ഒരു സിനിമ തന്നെയാണ്. അടുത്ത സിനിമ സിബി മലയിലെ സിനിമ മുദ്ര. അതായത് 88 എന്നൊരു വർഷം സിബി മലയിൽ മമ്മൂട്ടി ഒരു ഹിറ്റ് കൊടുത്തു, ഓഗസ്റ്റ് 1. അത് കഴിഞ്ഞിട്ട് അവർ സെറ്റ് ചെയ്ത സിനിമയാണ് മുദ്ര. മുദ്ര ഓഗസ്റ്റ് 1 പോലെ അങ്ങനെ വലിയൊരു സൂപ്പർ ഹിറ്റ് അല്ല, എങ്കിലും ഹിറ്റാണ്. നല്ലൊരു സിനിമയാണ്. അതിൽ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു സിനിമയാണ്. ആ മമ്മൂട്ടി ഒരു ജയിൽ വാർഡനായിട്ട് വരണതും അവരുള്ള കുട്ടികളെ, അത് കുട്ടികളുടെ ജയില്, അവർ കുട്ടികളെ നന്നാക്കി എടുക്കുന്ന കുറെ പേരുണ്ട് അതില്. മഹേഷ്, സുധീഷ്, പിന്നെ ബൈജു ഉണ്ടെന്ന് തോന്നുന്നു. അങ്ങനെ കുറെ പേരുണ്ടല്ലോ അതില്. ലോഹിദാസിന്റെ സ്ക്രിപ്റ്റ്, നല്ലൊരു പാട്ട്. ആ പാട്ട് പാടി അഭിനയിക്കാൻ, അതിൽ ആ സിനിമ സീനിൽ അഭിനയിക്കാൻ ഭാഗ്യം കിട്ടിയത് സുധീഷിനാണ്. അതിൽ അങ്ങനെ വലിയൊരു ഹീറോയിസോ മറ്റു കാര്യങ്ങളൊന്നും ഇല്ലാത്ത മമ്മൂട്ടിയുടെ വളരെ ഒരു സോഫ്റ്റ് ആയിട്ടുള്ള സിനിമ, നല്ലൊരു സിനിമ അത് തന്നെയായിരുന്നു മുദ്ര. അടുത്തത് K മധു, SN സ്വാമി, മമ്മൂട്ടി കൂട്ടിയിട്ട സിനിമ അടിക്കുറുപ്പ്. അതും നല്ല ഒരു സിനിമയാണ്. മമ്മൂട്ടിയുടെ നമുക്ക് ഇടയ്ക്ക് ഞാൻ കാണാറുണ്ട്. അതിൽ ഒരു പ്രത്യേക K മധുവിന്റെ സിനിമകൾ നമുക്കറിയാം, SN സ്വാമിയുടെ സ്ക്രിപ്റ്റ് നമുക്കറിയാം. അത്തരത്തിൽ പാറ്റേണിൽ പെടുത്താവുന്ന ഒരു
സിനിമ തന്നെയാണ് അടിക്കുറിപ്പ്. അതിൽ ജഗതി ശ്രീകുമാറിന്റെ അതിഗംഭീരമായിട്ടുള്ള റോള് തന്നെയാണ്. എനിക്ക് തോന്നുന്നു ജഗതിയുടെ ഒരു കോമഡി അല്ലാതെ ജഗതി ചെയ്ത സിനിമകളിൽ ഒരു ബെസ്റ്റ് സിനിമകൾ എടുത്തു കഴിഞ്ഞാൽ അതിലൊരു നല്ല ഒരു സിനിമ തന്നെയായിരിക്കും, അല്ല നല്ലൊരു വേഷം തന്നെയായിരിക്കും അതിൽ ഈ അടിക്കുറിപ്പ് എന്ന് പറയുന്ന ഒരു സിനിമയുടെ. അതിൽ എനിക്ക് അതിന്റെ ഒരു ക്ലൈമാക്സിനൊക്കെ ഓർമ്മയുണ്ട്. മമ്മൂട്ടി ഒരു ബുള്ളറ്റിൽ ഒരു ബ്ലോക്കിൽ പെടുന്നതും അവിടുന്ന് മമ്മൂട്ടി ഒരു ബൈക്ക് ആരുടെ അടുത്ത് വാങ്ങിയിട്ട് മമ്മൂട്ടി ഒരു ബൈക്കിൽ പോകുന്നതും അങ്ങനെ കുറച്ച് ഓർമ്മകളൊക്കെ എനിക്ക് ആ ഒരു സിനിമയെ കുറിച്ച് ഇടയ്ക്ക് ടി വിയിലൊക്കെ വരുമ്പോൾ കാണാറുള്ള ഒരു സിനിമ തന്നെയാണ് അടിക്കുറിപ്പ്. അടുത്തത് പവിത്രൻ എന്ന ഡയറക്ടറുടെ സിനിമ, MT എഴുതിയ സ്ക്രിപ്റ്റ്, ഉത്തരം. ഉഗ്രൻ സിനിമ തന്നെയാണത്. ആ സിനിമ അങ്ങനെ വലിയ സൂപ്പർ ഹിറ്റ് അല്ല, പക്ഷെ നല്ലൊരു സിനിമ, നല്ലൊരു ഇൻവെസ്റ്റിഗേഷൻ. അതിൽ നിങ്ങൾ എല്ലാവരും സിനിമ കണ്ടിട്ടുണ്ടാവും. അതിൽ പാർവതി ഉണ്ട്, പിന്നെ സുവർണയുണ്ട്, നമ്മുടെ വൈശാലിലൊക്കെ അഭിനയിച്ച ഒരു ചെറിയൊരു ഇൻസിഡന്റ്. അത് മമ്മൂട്ടി അത് അന്വേഷിച്ച് കണ്ടെത്തുന്നതാണ് അതിൽ ആ ഒരു ഇതെന്ന് പറയുന്നത്. എനിക്ക് തോന്നുന്നു ഒരുവിധം നമ്മൾ 90s കിഡ്സ് ഒക്കെ ആ സിനിമ കണ്ടിട്ടുണ്ട്. ഞാൻ ടി വിയിൽ വന്നിട്ടാണ് ആ സിനിമ കണ്ടിട്ട്. ഒരിക്കൽ ചെറുപ്പത്തിലെ സിനിമ കണ്ടിട്ട് ശരിക്കും പൂർണ്ണമായിട്ട് മനസ്സിലായില്ല. അത് അതിന്റെ ആ ഒരു കഥയും കാര്യങ്ങളും അറിയുന്നവർക്ക് അറിയാം. പിന്നീട് കുറച്ച് കഴിഞ്ഞ് ഞാൻ പിന്നെ കോളേജിലേക്ക് എത്തിയ ശേഷമാണ് വീണ്ടും അന്ന് ആ ഒരു DVD ഒക്കെ ഇറങ്ങുന്ന ഒരു സമയമാണ്. അപ്പൊ DVD ഒക്കെ എടുത്തിട്ടാണ് പഴയ കുറെ 80s 90s സിനിമകളൊക്കെ പിന്നെയും കണ്ടിട്ടുള്ളത്. അങ്ങനെ കണ്ടൊരു സിനിമയാണ്. എനിക്ക് ഭയങ്കരമായിട്ട് അതിന്റെ ഒരു ക്ലൈമാക്സ് ഒക്കെ എനിക്ക് അതൊരു MT യുടെ ഒരു എഴുത്തും പവിത്രന്റെ ഒരു ഡയറക്ഷനും ഉണ്ട്. പിന്നെ അത് രണ്ടും കൂടി വന്നു കഴിഞ്ഞപ്പോൾ അത് നമുക്ക് നല്ലൊരു ഡിഫറെന്റ് ആയിട്ടുള്ള സിനിമ കിട്ടി. പക്ഷെ അതങ്ങനെ ബോക്സ് ഓഫീസിൽ അങ്ങനെ വലിയൊരു വിജയം എങ്കിലും ഒരു 50 ദിവസത്തിന് മുകളിലൊക്കെ ഓടിയിട്ടുണ്ട്. പക്ഷെ ഞാൻ ഈ പറഞ്ഞ ഒരു ബ്ലോക്ക് ബസ്റ്റർ എന്ന ലെവലിലോട്ട് പോയൊരു സിനിമയല്ല. പക്ഷെ എങ്കിലും നല്ല ഒരു സിനിമയുടെ ഗണത്തിൽപ്പെടുത്താവുന്ന സിനിമ തന്നെയാണ് ഉത്തരം. അടുത്തത് ഡെന്നിസ് ജോസഫ് ഡയറക്ട് ചെയ്തിട്ടുള്ള സിനിമ അഥർവം. അത് ഷിബു ചക്രവർത്തിയാണ് എന്റെ സ്ക്രിപ്റ്റ്. ഷിബു ചക്രവർത്തി എന്ന് പറയുമ്പോൾ ഡെന്നിസ് ജോസഫിന്റെ സ്വന്തം അനിയനെ പോലെ തന്നെയാണ്, സുഹൃത്തിന്റെ അനിയനാണ്. അപ്പൊ ഇവരൊരുമിച്ചുണ്ട്. ഡെന്നിസ് ജോസഫ് ഡയറക്ട് ചെയ്യുന്ന സിനിമകളിൽ ഷിബു ചക്രവർത്തി ആയിരിക്കും എന്റെ ഒരു സ്ക്രിപ്റ്റ് ചെയ്യുന്നത്. പക്ഷെ ഞാൻ വിശ്വസിക്കുന്ന ഡെന്നിസ് ജോസഫിന്റെ മനസ്സിലുണ്ട് എന്താ വേണ്ടതെന്നൊക്കെ. അത് ഒപ്പം മനസ്സറിയുന്ന ഒരാൾ എഴുതുക എന്ന് പറയുമ്പോൾ ഒരു നല്ലൊരു സ്ക്രിപ്റ്റ് കിട്ടും എന്നുള്ളതാണ്, കുറച്ചുകൂടി കംഫർട്ടബിൾ ആണ്. അഥർവം എന്ന സിനിമ, അത് ഇളയരാജയുടെ മ്യൂസിക്, അതിഗംഭീരമായിട്ടുള്ള മ്യൂസിക് ആണ്. അപ്പൊ ശരിക്കും ആ ഒരു അഥർവം സിനിമയെ കുറിച്ചൊക്കെ ആലോചിച്ചിരുന്ന സമയത്തൊക്കെ എനിക്ക് തോന്നുന്നു ഡെന്നിസ് ജോസഫിനെ പറഞ്ഞിട്ടുണ്ട്. ആദ്യം പിക്നിക് എന്ന ഒരു സിനിമയുണ്ട് പണ്ട് പ്രേം നസീറിന്റെ. ആ സിനിമ ഭയങ്കര ഹിറ്റായിട്ട് ഓടിയിട്ടുള്ള ഒരു സിനിമയാണ്. അപ്പൊ അത്തരത്തിലുള്ള ഒരു പീരീഡ് സിനിമയോ അല്ലെങ്കിൽ ഒരു വടക്കൻ പാട്ട് പോലത്തെ ഒരു സിനിമയോ അങ്ങനെ എന്തെങ്കിലും ഒരു സിനിമയൊക്കെ ചെയ്യണമെന്നായിരുന്നു ആഗ്രഹം മമ്മൂട്ടിനെ വെച്ചിട്ട്. പക്ഷെ അപ്പോഴാണ് വടക്കൻ വീരഗാഥയൊക്കെ വന്നതും അങ്ങനെ കറങ്ങി തിരിഞ്ഞാണ് ഈ അഥർവത്തിലേക്ക് എത്തിയത്. അഥർവത്തിന്റെ മ്യൂസിക് ചെയ്യുന്ന ഇളയരാജനെ അദ്ദേഹം വിളിച്ചതും ഓർമ്മ. ഇളയരാജ അന്ന് ഒരു മലയാളത്തിൽ ഒരു മ്യൂസിക് ഡയറക്ടർ എന്നൊരു ടോപ്പ് മ്യൂസിക് ഡയറക്ടർ ശ്യാമാണ്. ശ്യാം അന്ന് വാങ്ങുന്നത് 60,000 രൂപയോ 80,000 രൂപയാണ്. ആ സമയത്ത് ഇളയരാജ 10 ലക്ഷം രൂപ റെമുനറേഷൻ വാങ്ങുന്ന ഒരു സമയമാണ്. എന്നിട്ട് പോലും ഇവിടെ നിങ്ങൾ എന്ത് കൊടുക്കുന്നു ആ പൈസ തന്നാൽ മതി എന്ന് പറഞ്ഞ് വന്നതാണ്. അത് ആ ന്യൂഡൽഹിയുടെ റൈറ്റർ എന്നുള്ള ഒരു ഇഷ്ടം കൊണ്ടാണ് വന്നിട്ടുള്ളതെന്നൊക്കെ ഡെന്നിസ് ജോസഫിന്റെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ സിനിമയും അന്ന് വലിയ ബ്ലോക്ക് ബസ്റ്റർ ആയില്ല. ഈ ഒരു സിനിമയെ കുറിച്ച് തന്നെയാണ് ഡെന്നിസ് ജോസഫ് ഒരിക്കൽ പറഞ്ഞിട്ടുള്ളത്. അന്ന് ഇതിന്റെ പ്രിവ്യൂ കാണാനായിട്ട് പാപ്പനംകോട് ലക്ഷ്മണൻ എന്ന് പറഞ്ഞ വളരെ സീനിയർ ആയിട്ടുള്ള ഒരു 80s അവസാനമൊക്കെ എത്തിക്കഴിഞ്ഞപ്പോൾ പാപ്പനംകോട് ലക്ഷ്മണൻ ഒന്ന് ഡൗൺ ആയി, പടങ്ങൾ കുറഞ്ഞു, പിന്നെ അദ്ദേഹം അധികം സിനിമകൾ ചെയ്തിട്ടില്ല, അദ്ദേഹം വിട്ടുപോയി. അന്ന് പാപ്പനോട് ലക്ഷ്മണന്റെ പ്രിവ്യൂ കണ്ടിട്ട് പറഞ്ഞത് നല്ലൊരു സിനിമയാണ്, പക്ഷെ ഇതൊരു ബോക്സ് ഓഫീസിൽ എത്രത്തോളം വിജയിക്കുമെന്ന് നീ പ്രതീക്ഷിക്കരുത് എന്ന് ഡെന്നിസ് ജോസഫിനോട് പറഞ്ഞു എന്നാണ് പറയുന്നത്. പറഞ്ഞ പോലെ തന്നെയാണ്. അതങ്ങനെ വലിയ ബോക്സ് ഓഫീസ് വിജയമല്ല, പക്ഷെ നല്ല ഒരു ക്വാളിറ്റി സിനിമ എന്നുള്ള രീതിയിൽ, ഒരു ക്ലാസ് സിനിമ എന്ന രീതിയിൽ അന്ന് അവർ സിനിമ പേരെടുത്തിരുന്നു. നിങ്ങൾ അഥർവം സിനിമ ഞാനൊക്കെ കാസറ്റ് എടുത്തിട്ടാണ് കണ്ടിട്ടുള്ളതൊക്കെ. നിങ്ങൾ ആരെങ്കിലും ഒരു സിനിമ ഒന്ന് തിയേറ്റർ കണ്ടിട്ടുണ്ടെങ്കിൽ അതിന്റെ ഒരു ഓർമ്മകളൊക്കെ പറയണം. അടുത്ത സിനിമ PG വിശ്വംഭരന്റെ സിനിമ കാർണിവൽ. ഈ ഒരു സിനിമ ഞാൻ പണ്ട് കണ്ടിട്ടുണ്ട്. സ്കൂളിൽ പഠിക്കുന്ന സമയത്താണ് ആ ഒരു സിനിമ ഒരിക്കൽ കാസറ്റ് എടുത്തിട്ട് കണ്ടിട്ടുള്ളത്. ഇപ്പൊ കണ്ടിട്ട് കുറെ കാലമായി. അതില് കുറച്ച് എനിക്കിപ്പോഴും ഓർമ്മയുള്ള കുറച്ച് സീൻസ് ആണ്. അതില് സിദ്ദിഖും സിദ്ദിഖിന്റെ ഒക്കെ തുടക്കാലമാണല്ലോ. സിദ്ദിഖും മമ്മൂട്ടിയും കൂടി ഒരു ബൈക്കിൽ വരണതും അല്ലെങ്കിൽ മമ്മൂട്ടിയുടെ പാന്റ് കീറണതും ഉള്ള ആ ഒരു സീനാണ് പെട്ടെന്ന് എനിക്ക് ഓർമ്മ. അതിൽ ഇപ്പോഴും ഇടയ്ക്ക് റീലൊക്കെ ആയിട്ട് വരാറുണ്ട്. പിന്നെ ആ സിനിമയെ കുറിച്ച് ഒരു ഓർമ്മ എന്ന് പറയുന്നത് ഇപ്പോഴും സോഷ്യൽ മീഡിയയിൽ കിടന്ന് കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു ഫോട്ടോ ഉണ്ട്. അതില് ഇതിന്റെ ക്രൂ മമ്മൂട്ടിയും ബാബു ആന്റണിയും സുകുമാരനും വിത്ത് മമ്മൂട്ടിയുടെ ഫാമിലി, സുകുമാരന്റെ ഫാമിലി ഒക്കെ ഇരിക്കുന്നുണ്ടല്ലോ. അതിൽ ദുൽഖറും പൃഥ്വിരാജും ഇന്ദ്രജിത്തും ദുൽഖറിന്റെ ചേച്ചിയും ഇവരെല്ലാവരും കൂടെ, അതിൽ പൃഥ്വിരാജ് അതിൽ ബാബു ആന്റണിയുടെ മടിയിലിരിക്കുന്നതും നിങ്ങൾ പലരും കണ്ടിട്ട് ആ ഫോട്ടോ ഇപ്പോഴും കിടന്ന് കറങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട് പല ഗ്രൂപ്പുകളൊക്കെ. എനിക്കപ്പോ ഈ കാർണിവൽ സിനിമയെ കുറിച്ച് പറയുമ്പോഴൊക്കെ ആ ഒരു രംഗമാണ് ഓർമ്മ വരണത്, അല്ലെങ്കിൽ ആ ഒരു ഫോട്ടോയാണ് ഓർമ്മ വരണത്. അടുത്ത സിനിമ സത്യൻ അന്തിക്കാടിന്റെ സിനിമ. സത്യൻ അന്തിക്കാടിന്റെ മറ്റ് സിനിമകളിൽ നിന്നും വളരെ ഡിഫറെന്റ് ആയിട്ടുള്ള സിനിമ, അതാണ് അർത്ഥം. അതിനു മുമ്പ് സത്യൻ അന്തിക്കാട് മമ്മൂട്ടി നായകനാക്കി ശ്രീധരന്റെ ഒന്നാം തിരുമുറ എന്നൊരു സിനിമ ചെയ്തു. ആ സിനിമ പരാജയമായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ മോഹൻലാലിനെ വെച്ചിട്ടൊക്കെ ഹിറ്റുകളൊക്കെ കൊടുക്കുന്നുണ്ട്. അപ്പോഴാണല്ലോ മമ്മൂട്ടി സത്യൻ അന്തിക്കാടിന്റെ അടുത്ത് വെച്ചത്, തനിക്ക് ധൈര്യം ഉണ്ടെങ്കിൽ എന്നെ വെച്ചൊരു ഹിറ്റ് കൊടുക്കുക എന്ന് പറഞ്ഞ ഒരു വാശിപ്പുറത്ത് ചെയ്തൊരു സിനിമയാണ്. വേണുനാഗവള്ളിയുടെ സ്ക്രിപ്റ്റാണ്. നല്ല ഒരു സിനിമ തന്നെയാണ് ഈ പറയുന്ന അർത്ഥം. അതിൽ ജയറാമിന്റെ ഒക്കെ തുടക്കകാലമാണ്. ജയറാം സിനിമയിൽ വന്ന ഒരു വർഷമൊക്കെ ആകുമ്പോഴാണ് ഈ സിനിമ ചെയ്യുന്നത്. നല്ലൊരു വേഷമാണ്. ചെറിയൊരു അധികം സീൻസ് ഇല്ലെങ്കിലും ജയറാമിന്റെ ഒരു ക്യാരക്ടറിലൂടെയാണല്ലോ ഒരു കഥയൊക്കെ ഒരു ടേണിംഗ് പോയിന്റ് എന്നൊക്കെ പറയുന്നത്.
അതിലെ പാട്ട് ശ്യാമാംബരം എന്ന് പറയുന്ന ഒരു പാട്ട് ഞാൻ ഈ അടുത്തത് ജോൺസനെ കുറിച്ചുള്ള ഒരു പുസ്തകത്തിൽ ഞാൻ വായിച്ചു. ആ ഒരു സിനിമയിൽ ശരിക്ക് അങ്ങനത്തെ ഒരു പാട്ടിന്റെ ആവശ്യമില്ല. പക്ഷെ അന്ന് ഈ കഥയിൽ ശരിക്കും പാട്ടിന്റെ ആവശ്യമില്ല. സത്യനാഥിക്കാടും പറഞ്ഞ ഈ സ്ക്രിപ്റ്റ് പ്ലാൻ ചെയ്തപ്പോൾ ഇതിൽ സോങ്സിന്റെ ആവശ്യമില്ല. പക്ഷെ അന്ന് സിനിമയ്ക്ക് പാട്ടുകൾ മാർക്കറ്റിങ്ങിന് ആവശ്യമാണ്. പ്രത്യേകിച്ച് ചിത്രഗീതമാണ് അന്ന് പാട്ടുകൾ കാണിക്കുന്നത്. ആഴ്ചയിൽ ഒരു ദിവസം ചിത്രഗീതം കാണിക്കും. അപ്പൊ ചിത്രഗീതത്തിൽ പാട്ട് കണ്ടാൽ ആ പാട്ട് കണ്ടിട്ട് വേണം ആൾക്കാർ തിയേറ്ററിൽ വരാൻ. അതൊരു പ്രധാന മാർക്കറ്റിംഗ് തന്ത്രമാണ്. അപ്പൊ അതിനു വേണ്ടി ഒരു പാട്ട് ഉണ്ടാക്കിയതാണ്. അതാണ് ശ്യാമാംബരം എന്ന് പറയുന്ന ആ ഒരു പാട്ട്. എന്തായാലും നല്ലൊരു ആ റോളൊക്കെ എനിക്ക് തോന്നുന്നത് മമ്മൂട്ടിക്ക് മാത്രം ചെയ്യാൻ പറ്റാവുന്ന ഒരു ക്യാരക്ടറാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട സിനിമ തന്നെയാണ് അർത്ഥം. അടുത്ത സിനിമ ജോഷിയുടെ നായർ സാബ്. വീണ്ടും മമ്മൂട്ടിക്ക് മാത്രം ചെയ്യാൻ പറ്റാവുന്ന ഒരു ക്യാരക്ടറാണ്. നായർ സാബ് ഇപ്പൊ സിനിമ ശരിക്കും കുറച്ച് ഡിലേ ആയിട്ടാണ്. കാരണം 87 ന്യൂഡൽഹി ഇറങ്ങുമ്പോൾ ഇവർ നായർ സാബിന്റെ ഷൂട്ടിൽ അവിടെ കാശ്മീരാണ്. അത് പലപ്പോഴും നിങ്ങൾ എല്ലാവരും അറിയുന്നുണ്ടോ, ഡെന്നിസ് ജോസഫ് ഒക്കെ പറഞ്ഞിട്ടുണ്ട്. അന്ന് ദിവസം ഷൂട്ടൊക്കെ ക്യാൻസൽ ചെയ്ത് ന്യൂഡൽഹിയുടെ റെസ്പോൺസ് അറിയാൻ വേണ്ടി ഇവർ ഇരിക്കുകയായിരുന്നു. ആ സിനിമ പക്ഷേ 87 ഷൂട്ട് തുടങ്ങിയിട്ടും 87 ജൂലൈയിൽ ഷൂട്ട് തുടങ്ങിയിട്ടും ആ സിനിമ ഇറങ്ങുന്നത് 89 ഓണത്തിനാണ്. അത് കുറെ ഡിലേ വന്നത് എനിക്ക് തോന്നുന്നു പല ലൊക്കേഷൻസും ചിലപ്പോൾ സെൻസർ പ്രശ്നങ്ങളൊക്കെ ആയിരിക്കും. പിന്നെ ലിബർട്ടി ബഷീറാണ് പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. ലിബർട്ടി ബഷീർ അന്ന് എനിക്ക് തോന്നുന്നു 2 സിനിമ, ചിത്രവും ഈ നായർ സാബും 2 സിനിമയും ഒരുമിച്ച് ചെയ്യാനിരുന്നത്. പിന്നീട് ഒന്ന് പി കെ ആർ പിള്ള ചെയ്തു. അതോ പി കെ ആർ പിള്ളയ്ക്ക് ചിത്രവും നായർ സാബും ചെയ്യാൻ വന്നിട്ട് പി കെ ആർ പിള്ള അതിൽ ചിത്രം ഏറ്റെടുത്തിട്ട് ഇത് ലിബർട്ടി ബഷീറിന് കൊടുത്തതോ അങ്ങനെ എന്തോ ആണ്. എന്തായാലും നായർ സാബ് ഹിറ്റായിട്ടുള്ള സിനിമയാണ്. 89 ഓണത്തിന് റിലീസായി. അന്ന് ഭയങ്കര ഹിറ്റായി. നല്ല നല്ല ഒരു സിനിമയാണ്. വലിയ സ്റ്റാർ കാസ്റ്റ് ആണ് ഇന്ന് നോക്കുമ്പോൾ. അതിൽ മമ്മൂട്ടി കൂടാതെ നമുക്കറിയാം സുരേഷ് ഗോപി ഉണ്ട്, മുകേഷ് ഉണ്ട്, ലിസി ഉണ്ട്, സുമലത ഉണ്ട്, ഒരുപാട് പേരുണ്ട് ആ ഒരു സിനിമയിൽ. ഡെന്നിസ് ജോസഫിന്റെ സ്ക്രിപ്റ്റ്, അവരുടെ ഒരു കൂട്ടുകെട്ടിലെ ഒരു ഹിറ്റ് സിനിമ. അടുത്തത് ജാഗ്രത, CB ഡയറി കുറിപ്പിന്റെ തുടർച്ചയായിട്ട് വന്ന സിനിമ. ശരിക്കും അത് നല്ല സിനിമയാണ്. നമുക്ക് ഇപ്പൊ കാണുമ്പോഴും നല്ല രസമുള്ളതാണ് ജാഗ്രത എന്ന് പറയുന്ന ഒരു സിനിമ. പക്ഷെ അന്ന് CB ഡയറി കുറിപ്പ് ഇറങ്ങി ഒരു 1.5 വർഷം കഴിയുമ്പോഴാണ് ഈ സിനിമ ഇറങ്ങുന്നത്. 87 CBI, 89 ജാഗ്രത. പക്ഷെ ജാഗ്രത അന്ന് വലിയ ഹിറ്റ് ആയില്ല. അത് കഴിഞ്ഞിട്ട് പിന്നീട് കുറെ നാളുകൾ കഴിഞ്ഞിട്ടാണ് നമുക്കറിയാം തേർഡ് പാർട്ട് ഇറങ്ങി സേതുരാമയ്യർ CBI. അത് ഭയങ്കര സൂപ്പർ ഹിറ്റായി. പക്ഷെ നേരെ അറിയാൻ CBI തൊട്ടടുത്ത വർഷം ഇറങ്ങിയപ്പോൾ അങ്ങനെ വലുതായിട്ട് വിജയിച്ചില്ല. ഇപ്പൊ 5-ാം ഭാഗം ഇറങ്ങിയപ്പോഴും 5-ാം ഭാഗം ലാഭമാണ് പ്രൊഡ്യൂസർക്ക്. നെറ്റ്ഫ്ലിക്സ് ഒക്കെ നല്ലോണം ഇപ്പോൾ OTT നെറ്റ്ഫ്ലിക്സിൽ ഏറ്റവും കൂടുതൽ ആളുകൾ കണ്ട മലയാള സിനിമകളിൽ ഒന്നാണെന്നാണ് അനലിറ്റിക്സ് എടുത്തവര് പുറത്തുവിട്ടപ്പോൾ പറഞ്ഞത്. CBI 5. പക്ഷെ ഞാൻ പറഞ്ഞു തന്നെ എന്തായാലും ജാഗ്രത അന്ന് CBI ഡയറി കുറിപ്പിന്റെ ആയിട്ട് കമ്പാരിസൺ വന്നുകൊണ്ടാണോ എന്ന് അറിയില്ല. അന്ന് വിചാരിച്ച പോലെ ആ സിനിമ അങ്ങോട്ട് ഏറ്റില്ല എന്നുള്ളതാണ്. പക്ഷെ നല്ലൊരു സിനിമയുടെ ഇതിൽ പെടുത്താവുന്ന ഒരു സിനിമ തന്നെയാണ്. അപ്പൊ 89 എന്ന് പറഞ്ഞ വർഷം ഇത്രയും സിനിമകളാണ് നമുക്കിതിൽ. ഹിറ്റുകളുണ്ട്, ഫ്ലോപ്പുകളുണ്ട്. പക്ഷെ ഒരു സിനിമയും നമുക്കിതിൽ മോശം എന്ന് പറയാൻ പറ്റില്ല. ഇന്നും നമ്മൾ റിപ്പീറ്റ് കാണുന്നത്. എനിക്ക് ഉറപ്പാണ് അതിൽ ഒരു സിനിമയും മോശമാണെന്ന് നമ്മൾ ഇന്ന് ഒരാളും പറയില്ല. അത് അത്തരത്തിലുള്ള സിനിമകൾ തന്നെയാണ്. അത് ഇതിൽ നിങ്ങളുടെ ഫേവറേറ്റ് സിനിമകൾ, നിങ്ങളന്ന് തിയേറ്ററിൽ വെക്കുന്ന സിനിമകൾ ഉണ്ടെങ്കിൽ നമുക്ക് കമന്റ് ചെയ്യുക.